മെസ്സി തീർച്ചയായും വരണം. മെസ്സി വന്നേ പറ്റൂ. അത് മറഡോണ നമ്മുടെ കണ്ണൂർ വന്നാൽ മതി. മെസ്സി കണ്ണൂർ വരണം തീർച്ചയായും. പിന്നെന്താ, നമ്മുടെ കണ്ണൂർ ഒരുപാട് കണ്ണൂർ ഫുട്ബോൾ കിട്ടില്ലല്ലേ, അപ്പോൾ തീർച്ചയായും മെസ്സി കണ്ണൂർ വരണമെന്നാണ് നമ്മളെ ആഗ്രഹം. ഉടനെ കേരളത്തിൽ വരുന്നത് വളരെയധികം സന്തോഷം. അതിന് എല്ലാവരും അത് വേണ്ടപ്പെട്ടവർക്ക് ഇതിന് ഉത്സാഹിച്ചുകൊണ്ട് മെസ്സി വരട്ടെ, നമുക്ക് കാണാം. തീർച്ചയായും മെസ്സി റൊണാൾഡോ ഫാൻസ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. എന്ത് തോന്നുന്നു കേരളത്തിൽ വരുന്നുണ്ടോ മെസ്സി? കാണാൻ വേണ്ടി പോവാ? എന്താണ് മെസ്സി കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്ന് തോന്നുന്നു? അഭിമാനം തോന്നുന്നു. അത് വരും, അതിന് ക്ലാരിഫിക്കേഷൻ വരും. ഈ സ്റ്റേഡിയത്തിൽ വരണം. ഈ സ്റ്റേഡിയത്തിൽ വരണം. അതാണ് മറഡോണന്റെ ഇത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോ മെസ്സി വന്ന് കാണണം. നമ്മൾ ഇത്രയും കണ്ണൂര് ഫുട്ബോൾ ബേസ് ഉണ്ട് എന്ന് അറിയണം. മലപ്പുറത്തിനേക്കാളും ബേസ് ഉണ്ട് ഇവിടെ കണ്ണൂര്. മലപ്പുറമാണ് സാധാരണ ഈ ഫുട്ബോൾ പ്രേമികളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് മലപ്പുറമാണ്. പക്ഷെ നമ്മുടെ കണ്ണൂരും കൂടെ അങ്ങനെ അറിയപ്പെടുന്നതാണ്. അതെ, കണ്ണൂര് നല്ല ഗ്രൗണ്ടും വേണം. മെസ്സി നേരത്തെ കാണാം. എല്ലാരും എന്താണ് മെസ്സിയെ വന്നാൽ പോയി കാണോ? നിങ്ങൾക്ക് സന്തോഷത്തിലാണോ എല്ലാരും കൂടെ? നമുക്ക് എല്ലാരും കൂടെ ഒരു വാമൂസ് പറഞ്ഞാലോ? ചേട്ടാ, ഇനിയിപ്പോ മെസ്സി വന്നാൽ പോയി കാണും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടർ ടി വി മുഖേനയാണ് മെസ്സിനെ കൊണ്ടുവരുന്നത്. മെസ്സി നമുക്ക് ആഗ്രഹം കൊണ്ട് കാണാം. അതിനുള്ള സാഹചര്യം നമ്മൾ തീർച്ചയായും നമ്മൾ മെസ്സിനെ കാണാൻ പോകും. അല്ലാണ്ട് നമ്മൾ ടി വിയിൽ കാണുന്നുണ്ടല്ലോ മെസ്സിനെ. ടി വിയിൽ കാണുന്ന നേരിട്ട് കാണാനുള്ള ഒരു പുറപ്പാടിലാണ്. പിന്നെന്താ, കേരളത്തിൽ വളരെ നല്ല കാര്യം. നേരത്തെ അങ്ങനെ ഫുട്ബോൾ വളരട്ടെ. ഫുട്ബോൾ പിന്നെ തീർച്ചയായും വളരുന്നുണ്ട്. ഈ 2 വേൾഡ് കപ്പ് വന്നതോടുകൂടി ഫുട്ബോൾ ഒരു കാറ്റ് പോലെ നടക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഫുട്ബോൾ വളരട്ടെ. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടാവട്ടെ. കേരളം രക്ഷപ്പെടട്ടെ, ഇന്ത്യ രക്ഷപ്പെടട്ടെ, ഇന്ത്യ ഒരു ഇന്റർനാഷണൽ ടീം കളിക്കട്ടെ. നമ്മളെല്ലാവരും ആഗ്രഹമാണ്. അപ്പോൾ അത് തന്നെയാണ്, എല്ലാവരും ആവേശത്തിലാണ്. കണ്ണൂരിലുള്ള ഒരു സ്റ്റേഡിയത്തിലാണ് നമ്മളിപ്പോൾ എല്ലാവരും ആവേശത്തിൽ സന്തോഷത്തിലാണ്. മെസ്സി ഇപ്പോൾ എല്ലാവരും പറയുന്നതനുസരിച്ച് കാസർഗോഡ്, ക്ഷമിക്കണം, കണ്ണൂർ